നമുക്ക് വീട്ടിൽ പോകണം. ഉമ്മ വീട്ടിൽ കൊടുത്തുള്ളൂ. ഓടൊന്നും വേണ്ട, ഒരു ഉമ്മ അങ്ങ് കൊടുത്തു. ഹിന്ദി കിട്ടിയാലോ? തമ്പനയില് വെക്കാൻ വേണ്ടി തമ്പനയിലും വേണല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? ഏറ്റവും കൂടുതലായിരുന്നത് സായി, സിബിൻ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എടാ പ്രോഗ്രാം എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. നീ വിട്ടോ, കുഴപ്പമില്ല, നിന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്, ഞങ്ങളത് അറേഞ്ച് ചെയ്തോളാം. അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ എൻട്രി സോങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സിബിനാണ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡ് വിളമ്പാനായിട്ട് മുകളിലോട്ട് ഞാൻ ചെല്ലുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സായി അവിടെ നിന്ന് പ്ലേറ്റ് ഒക്കെ തുടച്ച് മറ്റേ ഫുഡ് വിളമ്പാനായിട്ട് ആണ്. അപ്പം ഞാൻ ഇവിടെ രണ്ടുപേരുടെ പേര് എടുത്ത് പറയാൻ കാരണം എല്ലാവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ജാനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിജോജി ആരാണ് മേക്കപ്പ് ചെയ്യുന്നത് ലിനുവിന്? ജാനു ആണ് വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തത്. ഞാൻ പ്രൊമോ വന്ന ഉടനെ വിളിച്ച് എന്താ സംഭവം എന്നാ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇത് ഞങ്ങള് പ്രൊമോയ്ക്ക് വേണ്ടി ഇടുന്നതാ. അല്ല, ഇത് അറിഞ്ഞപ്പോ എനിക്ക് വിഷമമായി പോയി. കാരണം നമുക്ക് അത്തരം വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോ എനിക്കുണ്ടായ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ടുള്ളവർക്ക് അറിയാം. ഒരാൾ എൻ്റെ അടുത്ത് വരുന്നേ എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ സർജറിക്ക് മുന്നേ എന്നെ വേണ്ടപ്പെട്ട ആൾ വിളിപ്പിക്കണ്ടേ? അതല്ല എൻ്റെ കരഞ്ഞു കഴിയുമ്പോ പെട്ടെന്ന് മനസ്സിലായിരിക്കും അല്ലേ? ഇത് കരഞ്ഞു കഴിയുമ്പോഴോ? ഇല്ല, കരയുക. സൈലന്റ് കരയാം. കരയുവാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മൂന്ന് വലിച്ചാൽ മതി. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമ്മുടെ ഒരു ഡ്രീമാണ് വെഡിങ് എന്ന് പറയുന്നത്. അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുടെ ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെഡിങ് നല്ലോണം നടക്കുക, ഒരു അന്തസ്സോടെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പം ബിഗ് ബോസ് ടീമിന് ഏറ്റവും കൂടുതൽ എല്ലാ ഓട്ടത്തിനൊക്കെ കൂടെ നിന്നതും അല്ലെങ്കിൽ ഇങ്ങനെ സജഷൻസ് പറയാനൊക്കെ ഇരുന്ന ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? ഏറ്റവും കൂടുതലായിരുന്നത് സായി, സിബിൻ, സ്നേഹ. ബിഗ് ബോസ് ഉണ്ടായിരുന്നല്ല, പക്ഷെ സ്നേഹ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും. പക്ഷെ ഇവർ രണ്ടുപേരുടെ പേര് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ എന്നെ കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ എന്താവശ്യം ഉണ്ടെങ്കിലും നീ പറഞ്ഞേക്കണം, ഞാൻ കൂടെ ഉണ്ടാവും, നമ്മുടെ ഫാമിലിയിലെ കല്യാണമാണ്, അപ്പോൾ നീ പറഞ്ഞാൽ മതി, ഞാനത് വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു. സായി അപ്പം സിബിൻ എൻ്റെ അടുത്ത് ഇപ്പോൾ മന്ത്രകൂടി എടുക്കുന്ന സമയത്താണെങ്കിൽ സിബിൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ മന്ത്രകൂടി എടുത്തോ? ഞാൻ പറഞ്ഞാൽ എടുത്തിട്ടില്ല. നീ ഇന്ന സ്ഥലത്ത് നമ്മുടെ ആര്യയുടെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി, വേറെ എടുക്കണ്ട. അപ്പൊ ഞാൻ പോയി എടുത്തു. ഞാൻ എടുത്ത എത്ര ബില്ല് എത്രയാ, വീട്ടിൽ പോടാ. അപ്പം സിബിൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത്. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എടാ പ്രോഗ്രാം എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. നീ വിട്ടോ, കുഴപ്പമില്ല, നിന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്, ഞങ്ങളത് അറേഞ്ച് ചെയ്തോളാം. അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ എൻട്രി സോങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സിബിനാണ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സിബിൻ ഇവിടെ ഞാൻ ആ റിസോർട്ടിൽ വന്നിട്ട് അവൻ നേരത്തെ ഒരു റൂം ബുക്ക് ചെയ്ത് അവൻ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. സായി സ്നേഹയും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ആലപ്പുഴ എത്തി. അവര് മലപ്പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലെത്തി, ബാച്ചിലേഴ്സ് പാർട്ടിയുടെ തലേ ദിവസം. എന്നിട്ട് ആ ഒരാഴ്ച അവര് ഇവിടെയാണ്, ആലപ്പുഴയിലാണ്. അതായത് ഇപ്പം എന്റെ കല്യാണത്തിന്റെ ആ ദിവസം എനിക്ക് ഡോർ തുറന്നത് സായിയാണ്. അപ്പം ഞാനും സായിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാറിലിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് കല്യാണം നടത്തുന്ന സ്ഥലത്തുള്ള റിസോർട്ടുകാരൻ്റെ വിളിച്ച് സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക. അപ്പൊ എനിക്ക് പറഞ്ഞു, ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പൈസ ഇടണം. അപ്പൊ അന്ന് എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അക്കൗണ്ടിൽ പൈസ പോകില്ല. അപ്പം ഇവരിനെ 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു. അപ്പൊ സായി പറഞ്ഞാ ഇതെന്താണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്, നീ കല്യാണം ചെക്കണമെന്ന് അവർക്ക് അറിയത്തില്ലേ? ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നില്ലോ, എത്ര കൊടുക്കാനുള്ളത്? നമ്മളെ സായി ഇത്ര കൊടുക്കാനുണ്ട്, നിൽക്കി. അട്ടാ പെട്ടെന്ന് അവൻ്റെ ഫോൺ എടുക്കുന്നു, പൈസ അങ്ങ് സെൻഡ് കൊടുക്കുന്നു. അത് ആ കാര്യങ്ങൾ മാത്രമല്ല, ഓരോ കാര്യങ്ങളത്താണെങ്കിലും ഇപ്പോൾ ബാച്ചിലേഴ്സ് പാർട്ടിയുടെ അന്ന് ഫുഡ് വിളമ്പാനായിട്ട് മുകളിലോട്ട് ഞാൻ ചെല്ലുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സായി അവിടെ നിന്ന് പ്ലേറ്റ് ഒക്കെ തുടച്ച് മറ്റേ ഫുഡ് വിളമ്പാനായിട്ട് ആണ്. അപ്പം ഞാൻ ഇവിടെ രണ്ടുപേരുടെ പേര് എടുത്ത് പറയാൻ കാരണം എല്ലാവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവര് സായി കല്യാണം കഴിഞ്ഞ് പെരുന്നാളും കൂടിയിട്ടാണ് സായി പോകുന്നത്. സിബിൻ എനിക്ക് പറഞ്ഞാൽ എനിക്ക് നാളെ പ്രോഗ്രാം ഉണ്ട് കൊച്ചിയിൽ, ഞാൻ നാളെ കൊച്ചിയിലേക്ക്, കാരണം അവന് 31st ന്യൂ ഇയറിന്റെ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് January 4th പരിപാടി കഴിഞ്ഞിട്ട് അവൻ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വന്നിട്ടാണ് 31st ഇതിന് പോയത്. January 4th കഴിഞ്ഞിട്ട് അവന് പിന്നെയും അവന് കൊച്ചി പോകേണ്ട അടുത്ത പ്രോഗ്രാം ഉണ്ട് അവന്. അപ്പോൾ അവൻ അങ്ങനെ എല്ലാം എനിക്ക് ചോദിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ, നീ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അളിയൊന്നുമില്ല. അങ്ങനെയാണ് അവൻ പോകുന്നത്. അത് കഴിഞ്ഞ് പോയിട്ട് തന്നെ വീണ്ടും വിളിച്ചു, എടാ എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? അപ്പം
പിന്നെ നമ്മുടെ അഭിഷേക് ആണെങ്കിലും ശരി, കുറെ പേര് കേട്ടോ. ഇപ്പൊ നമ്മുടെ നിഷാന, നന്ദൂട്ടൻ, അങ്ങനെ ജാസ്മിൻ, ഗബ്രി. ഇപ്പോൾ അഭിഷേക് ആണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എടാ 4-ാം തീയതി നീ ഏത് ഡ്രസ്സ് ഇടുന്നത്? ഞാൻ പറഞ്ഞ അളിയാ ഇന്നലെ ബ്രൗൺ കളറല്ലേ. ഞാൻ ചെയ്താടാ അല്ല എനിക്കത് എടുക്കാതിരിക്കാൻ വേണ്ടി, കാരണം നമ്മൾ ഒരുപോലെ ഇരിക്കും. അഭിഷേക് ഗ്രൂം ആയിരുന്നു. അത് ഭയങ്കര നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഭയങ്കര ഇത് ആരിപ്പോ കല്യാണത്തേക്ക് മാറി പോലും രീതി. അങ്ങനെ കുറെ ആൾക്കാർ കേട്ടോ. ഇപ്പൊ നമ്മുടെ രതീഷ് ഏട്ടൻ ആയിക്കോട്ടെ, രതീഷ് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് സിജോക്കൂട്ട ബാച്ചിലേഴ്സ് പാർട്ടിക്ക് തന്നെ സിജോക്കൂട്ട എന്നാണ് പുള്ളി കുറെ ഈ ബി വി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വിളിക്കുക. എടാ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എനിക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, ഞാൻ മറ്റേന്ന് ഇത്ര ദിവസം നേരത്തെ എത്തിയേക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. കാരണം എല്ലാ ആൾക്കാരും, നമ്മുടെ ജാനു ആയിക്കോട്ടെ, ജാനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിജോജി ആരാണ് മേക്കപ്പ് ചെയ്യുന്നത് ലിനുവിന്? ഞാൻ പറഞ്ഞു അത് ആയിട്ടില്ല, ഞാൻ ചെയ്തോളാം കേട്ടോ. ഞാൻ പറഞ്ഞു ജാനു ഓക്കെ ആണോ? അപ്പൊ അവനെന്താ കുഴപ്പമെന്താ, ഞാൻ ചെയ്തോളാം. അങ്ങനെ ജാനു ആണ് വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തത്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നിഷാനാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും എടാ എല്ലാം ഓക്കെ ആയോ? നമ്മൾ എല്ലാം ഓക്കെ ആണ്. നന്ദൂട്ടാണെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും, കാരണം അവർക്കത് നമ്മൾ വിളിച്ചിട്ട് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എല്ലാം ഓക്കെ ആണോ? ഇപ്പൊ ഗബ്രി ആ സമയത്ത് നാട്ടിലില്ല, അവൻ പുറത്താണ്. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു എടാ ഞാൻ എന്നാ വരണ്ടേ, മറ്റേ ഞാൻ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് കാണത്തില്ല, അന്ന് ഞാൻ അവൻ എന്തോ ദുബായിലോ പഴയങ്ങാണ്ടാണ്. അപ്പൊ പറഞ്ഞു, അപ്പം സത്യം പറഞ്ഞ ഗബ്രി 4-ാം തീയതി നാട്ടിൽ ഉണ്ടാവില്ല, അവൻ കല്യാണമായതുകൊണ്ട് അവൻ ഇച്ചിരി നേരത്തെ അവൻ വന്നതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഓർക്കുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാരും. കാരണം ബിഗ് ബോസിനകത്ത് എങ്ങനെയായിരുന്നു എന്താണ് എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ഈ സീസണിലുള്ള ആൾക്കാർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മറന്നു. പുറത്തിറങ്ങിയിട്ട് ഭയങ്കര എല്ലാരും ഒരു ഫാമിലി പോലെ. ഒട്ടും വിചാരിക്കാത്ത ഒരു സ്നേഹബന്ധമാണ്. കാരണം ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഇവര് പുറത്തിറങ്ങിയ മൈൻഡ് ആക്കിയില്ല. കാരണം നമ്മൾ കണ്ട സീസണിൽ വെച്ച് നോക്കുമ്പോ അകത്ത് അതെ ഒട്ടും ഒരു ഇന്റിമേസി അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത കാണിക്കാത്ത ഒരു സീസൺ ആയിട്ടാണ് പൊതുവെ ഞങ്ങളെ എല്ലാരും വിലയിരുത്തിയത്. അവര് പുറത്തിറങ്ങിയപ്പോ എല്ലാരും ഞെട്ടിച്ചോണ്ടാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു വെഡിങ് ഒക്കെ വന്നപ്പോ എല്ലാരും എല്ലാ ഫംഗ്ഷനും ഒത്തുകൂടി ആ പുറകെ നടക്കുന്ന വീഡിയോസ്, നമ്മൾ വീഡിയോസിലൂടെ ഇത്രയും കാണുമ്പോൾ നേരിട്ടപ്പം ഒരുപാട് കാര്യങ്ങൾ ബാക്കിൽ നടക്കുന്നുണ്ടാവും. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ചേട്ടന് ഓഫ് കോഴ്സ് ഇങ്ങനെ ബി ചെയ്ത് കഴിഞ്ഞു, ഓക്കെ ഇങ്ങനെ പോകും. ഇപ്പൊ ഇങ്ങനെ ഒരു വെഡിങ് വരുമ്പോ ഇത്രയും പേരുടെ ഒരു സഹായവും അല്ലെങ്കിൽ ഇത്രയും പേര് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര വലിയ നിസ്സാര കാര്യമല്ല. ഉറപ്പായിട്ടും അത് വലിയ കാര്യം തന്നെയാണ്. അത് നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട് വലുതായിട്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ പേര് മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്റെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ എന്റെ കഞ്ഞിപ്പാടത്തുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട്, എന്റെ പൂങ്കാലുള്ള സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ആലപ്പുഴയിലുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പേര് പറയാനാണെങ്കിൽ ഞാൻ 10-20 പേരുടെ പേര് ഇപ്പൊ ഒറ്റടിക്ക് പറയേണ്ടി വരും. ഒരു പേര് വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോ ഇവരെല്ലാവരും എന്റെ വീട്ടില് ഇപ്പൊ അളിയനും എന്റെ പെങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പരിപാടിയുടെ 2 ദിവസം മുന്നെയാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വേറെ. പിന്നെ എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര യങ്ങാണ്. അപ്പൊ അവളും ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡിൽ നിന്ന് അവൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്ത പോലത്തെ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ 1-2 ആൾക്കാർ പോരാ. അപ്പോ ഈ ബിഗ് ബോസിലെ ആൾക്കാർ സാധാരണ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് അവർ വന്ന് അതിഥികളായിട്ട് വരും, അവർ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, അവരങ്ങ് പോകും. പക്ഷെ എന്റെ പരിപാടി ഞാൻ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിക്കുക, സംസാരിക്കുക, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുക, ഓരോ കാര്യങ്ങൾ അവർ ചെയ്തോളും. അത് വലിയ കാര്യമല്ലേ അവർ വന്ന് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു വളരെ ചെറിയ കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു ഡോർ തുറന്നു തരിക, ഒരു എൻട്രി മ്യൂസിക് ഇടുക. അതിൽ എന്റെ കൂടെ ബിഗ് ബോസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഇമേജ് ആണ് ഇവർക്കൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അത്രയും വലിയ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അതിൽ ഞങ്ങള് അത് പലവട്ടം ഞങ്ങളത് സംസാരിക്കുകയും ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ രണ്ടുപേരും, എല്ലാ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്ത്. ലിനു അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ലിനു ആണെന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷെ ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു ലിനു ഉണ്ടല്ലോ, അവിടെ കിടന്ന് തകർക്കുന്നു. ഇപ്പൊ ഒബ്വിയസ്ലി കുറെ ഗേൾസ് ഫാൻസ് ഒക്കെ പറയുന്നു. ഇപ്പം ലിനു പറയാത്തവരെ തന്നെ സിജോയിനെ പറ്റിയൊക്കെ പറയുന്നവരുണ്ടാവും, ചേട്ടനെ പറ്റി. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ പറയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് അങ്ങനെയൊക്കെ ആ ഒരു മൊമെന്റ് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഞാൻ ബിബിന്ന് ഇറങ്ങി വന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് എല്ലാരും കണ്ടല്ലോ, അവിടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ചോദിച്ചത് താൻ എന്തിനാ രണ്ടാമത് കയറി പോയത്, പോണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ആക്ച്വലി അത് എനിക്ക് ചോദിച്ചു എന്താ എവിക്റ്റ് ആയെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എവിക്റ്റ് ആയി എന്നുള്ളത് എനിക്ക് തിരിച്ചറിയണം, അത് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എവിക്റ്റ് ആയ വിഷയം തിരുത്തപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ഓക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ടാമത് വീട് എന്താ കാണിച്ചത്, ഒന്നും മറ്റേ കാട്ടതീയെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടേ വന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ആദ്യം പറയുന്നത്. എന്നെ കണ്ടിട്ട് അച്ഛൻ എങ്ങനെയുണ്ട്, ഇത് സുഖമായോ, ഇതിപ്പോ എല്ലാവരും ചോദിച്ചു.
അതെ Firing പറഞ്ഞത് ആയിരുന്നു എനിക്ക് മാറ്റി ഇത്രയും ഇതിന് നേരം firing. ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സാധനമാണ്. എന്താണ് കാണിച്ചത്? സാധാരണ നമ്മൾ ഇറങ്ങി വരുമ്പോ അത്രയും നാള് പിടിച്ചു നിന്ന് അല്ല വരുമ്പത്തേനും അത് അങ്ങനത്തെ ഫയറിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നൊക്കെയാണ് ഇപ്പൊ അത് ഒരു ഭാഗ്യം കൂടെ അവിടെ ഉണ്ടാവണം. നമ്മളവിടെ പെർഫോം ചെയ്യുന്നത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അവരും കൂടെ വിചാരിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ. ഇതൊരു എന്താ പറയണ്ട ഒരു സ്റ്റോറി ലൈനിൽ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആൾക്ക് പിന്നെ ആ സമയത്താണല്ലോ അത് പറയുക. കാരണം എനിക്ക് ആ ഇഷ്യൂ വന്ന് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അറിഞ്ഞു അറിയാണ്ടൊരു ഇവരുടെ മനസ്സിലാണെങ്കിൽ ഒരു ധാരണ ഉണ്ടാവുമല്ലോ, തിരിച്ചു വരുമെങ്കിൽ ഇനി കപ്പടിക്കണം എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ നമുക്കൊരു പ്രാർത്ഥന പോലെ അല്ലെങ്കിൽ നമുക്കൊരു വാശി പോലെയൊക്കെ വേണമെങ്കിൽ തോന്നാമല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു എന്നോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഒരു ചാൻസ് കിട്ടി, അത് എല്ലാവർക്കും കിട്ടത്തില്ല. കിട്ടിയില്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പോയി. അല്ല ബിഫോർ ദാറ്റ് ആ ഒരു ആക്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേനും സ്വന്തം ആളെ ഇങ്ങനെ ഒരു ഇത് പെട്ടെന്ന് എന്താണെന്നൊന്നും അപ്ഡേഷൻ ഒന്നും അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ലിനുവിന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ആദ്യം പ്രോമോ കണ്ടു, ഇല്ല ജസ്റ്റ് ഇതായിരിക്കും. അപ്പൊ ലിബി എന്റെ മൂത്ത സിസ്റ്റർ വന്നു, അപ്പൊ അന്ന് നാട്ടിലുണ്ടായിരുന്നു. എടി നീ ഇത് കണ്ടോ, നീ ഇത് കണ്ടോ, ഒരു ശരിക്കും ഇടി കൊള്ളുന്നുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു പുള്ളീനെ വിളിച്ചു. അപ്പൊ നൈറ്റില് ഞാൻ പ്രൊമോ വന്ന ഉടനെ വിളിച്ചു എന്താ സംഭവം എന്നാ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇത് ഞങ്ങൾ പ്രൊമോയ്ക്ക് വേണ്ടി ഇടുന്നതാ, അത് നാളത്തെ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊന്നും ഇല്ല, ഞങ്ങൾ പ്രൊമോയ്ക്ക് വേണ്ടി മാത്രം ഇട്ടതാ. അങ്ങനെയാണല്ലോ അല്ലേ? ഞാൻ ഒന്നോട് ചോദിച്ചു. ഓക്കെ അങ്ങനെയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങൾ അതിൻ്റെ ഒരു ഇത് കയറി പോകാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. ഓക്കെ സംഭവിച്ചു. അടുത്ത ദിവസം ഞാനത് TRP കയറാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ ഞാൻ രാവിലെ തൊട്ടിരിക്കുക, ജിന്റെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച പാത്രം കൊണ്ട് വെക്കണം ഈ സംഭവം നടക്കണം. വീട്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇത് അതില് വെക്കുന്നത്. ജിന്റെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം അടി നടക്കുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത കൊണ്ടു, സത്യമാണ് അടി ഇതല്ല ഒറിജിനലായിരുന്നു. ഞാൻ വിളിച്ചു തിരിച്ച് എന്താണോ തിരിച്ചു. അന്ന് എന്റെ സകലമാന കൂറ് ഇളകിയിരിക്കുവായിരുന്നു. ഞാൻ ചോദിച്ചു ഇതെന്നാ സംഭവം ചോദിച്ചു. ഇത് അറിഞ്ഞപ്പോ എനിക്ക് വിഷമമായി പോയി. കാരണം നമുക്ക് അത്തരം വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോ എനിക്കുണ്ടായ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതല്ല, ഞാനിപ്പോ ലക്ഷ്മിനെ വിളിച്ചപ്പോ ഇല്ല സിജയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടോ, ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ ഇവിടുന്ന് ഒരാൾക്ക് ചെല്ലാം, അങ്ങനെ ഒരു വിനിച്ചോട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതൊന്ന് പറയുന്നുണ്ട് അതിനകത്ത്. പുള്ളിയാൾ ചെല്ലുന്ന ഓക്കെ അടുത്ത ദിവസം ചെല്ലും. ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ. ഞാനൊരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വിളിച്ചു എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല സിജോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഓപ്പറേഷനോ? കുഴപ്പമൊന്നുമില്ല സിജോ ഇതാന്ന് പറഞ്ഞ ഓപ്പറേഷനോ? എന്താ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ട് എന്റെ ഭാര്യ നോത്തം കേട്ടല്ലോ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാതെ പോയ വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല, ഇത് കേട്ടിട്ട് എനിക്ക് മനസ്സിലൊന്നും പറയാൻ പറ്റില്ല, അമ്മ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. അമ്മ അവിടെ നിന്ന് കരയോ? എനിക്ക് കരയാനും പറ്റത്തില്ല, എനിക്ക് കരച്ചിൽ വരുമോ, എനിക്കിത് പറയാനും പറ്റുന്നില്ല. സകലമായ ദേഷ്യം എനിക്ക് അപ്പുറം തീർക്കണം. എന്നിട്ട് ഞാൻ അങ്ങ് ചോദിക്കുക എന്നിട്ട് എന്നെ സംഭവം നിങ്ങൾ എന്നെ പറയാതിരുന്ന ഓപ്പറേഷൻ ആരും പറഞ്ഞില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഒരാൾ അത് കഴിഞ്ഞിട്ടാ ചെല്ലുന്നത് പോലും. ഞാൻ ദേഷ്യം സർജറി കഴിഞ്ഞിട്ടാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് വിൻചേട്ടൻ എൻ്റെ അടുത്ത് വരുന്നത്. എന്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ എത്തി കഴിഞ്ഞിട്ടാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ അടുത്ത് വരുന്നത്. എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ സർജറിക്ക് മുന്നേ എന്നെ വേണ്ടപ്പെട്ട ആൾ വിളിപ്പിക്കണ്ടേ? അതല്ല എനിക്കതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യങ്ങളാണ്. പിന്നെ പറയുമ്പോൾ അത് ഷോ ആണ്, കാര്യങ്ങളാണ്. പിന്നെ ഞാനത് വിട്ട കേസാണ്. പിന്നെ എനിക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. സിറ്റുവേഷൻ മനസ്സിലാക്കും, നമുക്കൊന്നും അറിയാണ്ട് ഇവര് പറയുന്നത് മാത്രം ഇപ്പം കാണുന്ന ആൾക്കാർക്ക് ഇത് ഷോ അല്ലെങ്കിൽ അവർക്ക് ഇത് ഷോ മറ്റേ മറിച്ചാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല ഓക്കെ ആണോ, അതും പറ്റത്തില്ല. ഇങ്ങനെ ഇവര് പറയുന്നത് അതിപ്പം ഓപ്പറേഷന്റെ കാര്യം ഒരു കുഴപ്പമില്ലാന്ന് പറയും, അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ പറയും ഓപ്പറേഷൻ കഴിഞ്ഞു പറയുമ്പോ ഊഹിക്കാനാണ് പറ്റൂല. ഇപ്പത്തെ സുന്ദരക്കുട്ടപ്പനൊക്കെ ആയിട്ട് നല്ല സുന്ദരനായിട്ട്. ഇനി ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ പ്ലാൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ? ഇപ്പൊ പ്രസന്റ്ലി അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവൂല, വിവാഹം കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ചെയ്തോ?
എല്ലാവരും ബിസിനസ് സംരംഭത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതും എന്തെങ്കിലും സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കൂടെ. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഓൾറെഡി അതിനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ ബിസിനസ്സും ഗംഭീരമായി പൊട്ടിപ്പോയിട്ടുണ്ട്. അത്ര കഴിവുള്ള ആളാണ് ഞാൻ. എന്ത് തുടങ്ങുക, ഒരു മാസത്തിനുള്ളിൽ പൊട്ടിക്കുക എന്നുള്ളത് എന്റെ ഒരു വളരെ പ്രത്യേകത കഴിവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ കല്യാണം കഴിഞ്ഞ് ഭാര്യ അതായത് ലിനു വന്നതിന് ശേഷം മാത്രമേ ഒരു ബിസിനസ്സിലേക്ക് കൈവെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ ലിനു ഉള്ളതുകൊണ്ട് എനിക്കൊരു ബലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താലോ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ 1-2 ഐഡിയാസ് നീ കാണാൻ പൊട്ടി. അല്ല, അത് കുറച്ചു ഇപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ചോദിച്ചപ്പോ നമ്മൾ പോലും ചിന്തിക്കാം, ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ ലിനു ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ലിനുവിന്റെ പപ്പയുടെ ഹെൽപ്പ് ഉണ്ടാകും. കാരണം പപ്പയ്ക്ക് ഒരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്താൽ എങ്ങനെ ശരിയാവും എന്നുള്ളത് പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. പപ്പയുടെ ഓരോ വാചകങ്ങൾ നമുക്ക് ഒരുപാട് ഗുണമാവും. ഇപ്പം ഈ സിജു കുറച്ച് സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡൊക്കെ വന്നതിന് ശേഷം ബിബിക്ക് ശേഷം ഓക്കെ ലിനുവിന്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫാഷൻ സ്റ്റൈലൊക്കെ മാറ്റാം അങ്ങനെയൊന്നും ചിന്തിക്കാത്ത കൂട്ടത്തിലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലവരൊക്കെ ഇപ്പൊ കെട്ടാൻ പോകുന്ന ഒരു പാർട്ട്ണർ സ്റ്റാർഡ് ഉണ്ട്, അപ്പൊ ഞാൻ കുറച്ചൊന്ന് സ്റ്റൈലിഷ് ആയേക്കാം അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറി ചിന്തിച്ചേക്കാന്നൊക്കെ പലരും വിചാരിക്കുന്ന കാലഘട്ടത്തില് ലിനുവിന്റെ ഫസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ആദ്യമായിട്ട് മീഡിയയിൽ വന്നപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അലക്കിയിരിക്കുന്നത് എന്നാണോ അത് എടുത്തിടും. എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ടൗണിൽ പോയിച്ചേക്കാം. ഞാൻ പറഞ്ഞു അച്ചു ഒരു ഇന്റർവ്യൂ അല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു ടീഷർട്ട് ഒക്കെ ഇട്, ജീൻസ് ഒക്കെ ഇട്. എന്റെ ആവശ്യമില്ല, ഞാൻ അത് ഇടത്തില്ല എന്നല്ല, ഞാൻ ഇടും, ഞാൻ എല്ലാം ഇടും. അതും ഓക്കെ എനിക്ക് തോന്നുന്ന സ്ഥലത്ത് ഞാൻ ഇടും. സാരി ഉടുക്കുന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം ഇടും. അതിനൊക്കെ എനിക്ക് തോന്നുന്ന അടുത്ത് ഞാൻ എന്റെ കംഫോർട്ട് അനുസരിച്ച് ഞാൻ ഇടും. ഇപ്പൊ വെഡിങ്ങിലായാലും സാരി ആണല്ലേ പ്രിഫർ ചെയ്തത്? അതെ, എന്റെ രണ്ട് സിസ്റ്റേഴ്സും ഗൗൺ ഇട്ടതുകൊണ്ടാണ് എനിക്ക് സാരി, എനിക്ക് ഗൗൺ ഇടണ്ടെന്ന് തോന്നി. വെറൈറ്റി രണ്ടുപേരും ഓൾറെഡി പപ്പായ്ക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും ഒരാള്, ഞാനാണ് ഷോർട്ട്, അവരെല്ലാം പപ്പായ്ക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ സാരി കൊടുക്കുന്നതിന് പപ്പായ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പണ്ടോട്ട് എനിക്ക് ഗോൾഡൻ സാരി എടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. പപ്പായ്ക്ക് ഈ ആഗ്രഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. അപ്പൊ ലാസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് കിടക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു സെഗ്മെന്റ് അതിലേക്ക് കിടക്കുന്നതിന് വേണ്ടി ഇപ്പൊ നിങ്ങൾ ന്യൂലി വെഡ് കപ്പിൾസ് ആണ്. ഇപ്പൊ ഇപ്പൊ ജനറേഷൻ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് 2 years ആയിട്ട് കല്യാണങ്ങളുടെ ബഹളം തന്നെയായിരുന്നു. ഒരുപാട് പേരെ കെട്ടി അല്ല. ന്യൂലി വെഡ് കപ്പിൾസിനോട് നിങ്ങൾക്ക് പറയാനുള്ള വിവാഹത്തിലേക്ക് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരോടൊക്കെ പറയാനുള്ള ചെറിയൊരു കുട്ടി അഡ്വൈസ് എന്താണ് ചേട്ടന്? അഡ്വൈസ് എപ്പോഴും ഇപ്പൊ നമ്മൾ അഡ്വൈസ് പറയാൻ വലിയ ആൾക്കാരല്ല. ഇപ്പൊ എനിക്ക് തന്നൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ, എനിക്ക് ലിനുവിനും തന്നൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ആൾക്കാരുടെ കല്യാണം നടക്കുന്നുണ്ടല്ലോ. നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇരിക്കുക. പിന്നെ നമുക്ക് 2 വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സിജോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാളുടെ ആയിട്ടുള്ള രീതികൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, പ്രകൃതം എല്ലാം ഉണ്ടാവും. ലിനുവിനും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് പരസ്പരം മാനിക്കുക എന്നുള്ളതാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ എല്ലാത്തിനും നമ്മളിപ്പോ ഇത് ബോയ് ഇത് ഗേള് ആ ഒരു രീതിയൊക്കെ അതൊക്കെ കഴിഞ്ഞു അല്ലേ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സമസമമാണ് എല്ലാവരും. അപ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി തന്നെ മുന്നോട്ട് പോകുക എന്ത് കാര്യത്തിനെന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത് ഇപ്പൊ തീരുമാനങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പണ്ട് വീഡിയോസ് കാണുന്ന സമയത്ത് 10 മിനിറ്റുള്ള വീഡിയോസ് കാണാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ അത് റീലായി. ഇപ്പൊ നമുക്ക് 1 മിനിറ്റ് അപ്പുറത്തേക്ക് ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ രീതിയും അതനുസരിച്ച് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് ഒരു ദിവസം എടുക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡിൽ എടുക്കും. അപ്പൊ ചിലപ്പോൾ ദേഷ്യം പെട്ടെന്ന് വരാം, എല്ലാം പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാത്തിനും റിയാക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് നടക്കും. ആ റെസ്പെക്റ്റിൽ പോകുക എന്നുള്ളതാണ് എനിക്ക് തന്ന ഉപദേശമാണ് ഇതിനാള്. അപ്പൊ ഞാനത് എന്താണ് പറയാനുള്ളത്? അച്ഛയുടെ സ്പേസ് അച്ഛയ്ക്ക് കൊടുത്തു, എന്റെ സ്പേസ് എനിക്കും തന്നിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഒന്നിച്ച് പോക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി ഡിപ്പെൻഡന്റ് അല്ല. ഇപ്പം എന്റെ കാര്യത്തിൽ ഇപ്പം തുടക്കമായതുകൊണ്ട് എനിക്ക് കുറച്ച് പരിചയക്കുറവുള്ളതുകൊണ്ട് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. ഫുള്ളി അച്ഛൻ്റെ കൂടെ വരണമെന്ന് എനിക്കും താല്പര്യമില്ല. കാരണം എനിക്ക് കുറച്ച് ഫ്രീ എൻ്റെ അങ്ങോട്ട് അതിൽ അച്ഛൻ തരുന്നുണ്ട് ഒരാളാ. എനിക്കിപ്പം എൻ്റെ ഡ്രൈവിൽ എനിക്ക് വേറെ വണ്ടി അങ്ങനെ ഒരു സംഭവം. എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങോട്ട് പോകണം. അച്ഛക്ക് അങ്ങോട്ടാണെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പോട്ടെ. അങ്ങനെയില്ല, ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകണോ അച്ഛക്ക് ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 പേരെ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ട് മുന്നിട്ട്. അതെന്നാ എനിക്ക് നല്ല കാര്യമാണ്. അടിപൊളി കാര്യമാണ് ന്യൂലി വെഡ് കപ്പിൾസിന് വേണ്ടി അറിയിച്ചേക്കുന്നത്. ഡ്രൈവിംഗ് ഒക്കെ അറിയോ? അറിയാം. 2 2 വീലറും അറിയാം.
അപ്പൊ പിന്നെ സുഖമായല്ലോ അല്ലെ, ലോങ് ഡ്രൈവ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോവാൻ സാധിക്കും. ഞാൻ ഈ അലാറം സെറ്റ് ചെയ്ത് വെച്ചത് രാവിലെ സെറ്റ് ചെയ്ത് രാവിലെ കിടന്ന് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫാക്കാൻ വെച്ചിട്ട് പോയില്ല. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു സെഗ്മെന്റിലേക്കും കൂടെ ഞാൻ കൊണ്ടുപോവാണ്. കുറെ നേരം ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തോ വിരുന്നിനൊക്കെ പോകണം, പാവങ്ങൾ വിശന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം 2 കുട്ടി സെഗ്മെന്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് ഒരു ഇത് പറയും. അപ്പൊ അത് നിങ്ങളിൽ ആരാണ് എന്ന് തോന്നുന്നത് കോൺഫിഡന്റ് ആയിട്ട് കൈപൊക്കണം. കേട്ടല്ലോ, സിമ്പിൾ ആണ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ഞാനാണ്. ആരും വെക്കണ്ടല്ലോ അല്ലേ? ഇത് രണ്ടുപേർക്ക് റൊമാൻസ് ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ല. കമ്പാരിറ്റീവ്ലി കൂടുതൽ എനിക്ക് കമ്പാരിറ്റീവ്ലി ഓക്കെ, ഞാൻ കൂടുതലില്ല. ചേട്ടന് റൊമാൻസ് ഇല്ലേ? ഉണ്ട്. പ്രത്യേക സാഹചര്യം. കുറച്ച് റൊമാൻറ്റിക് പേഴ്സൺ ഒക്കെ ആയിരിക്കും കേട്ടോ വിചാരിച്ചത്. ഞാൻ റൊമാൻറ്റിക്, കാരണം നമ്മൾ 6 വർഷം പ്രേമിച്ചതല്ലേ, ഓ. അപ്പൊ റൊമാൻസ് ഒക്കെ അപ്പൊ ഞാൻ മാറി വിതറി കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടന് ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈക്ക് വേർഡ്സിലൂടെ ഒക്കെ എങ്ങനെയാ പറയാൻ? ചക്കര ഇങ്ങനെ കൊഞ്ചിക്കൽ അങ്ങനെയൊക്കെ അത്ര ഒന്നും ഇല്ല. ചക്കര അതെനിക്ക് ഇഷ്ടമല്ല. അതായിരിക്കും മെയിൻലി. അത്ര എനിക്ക് പഞ്ചാര ഒന്നും വേണ്ട. ഭയങ്കരമായിട്ട് സ്നേഹം വരുമ്പോഴത്തേനും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ദേഷ്യം വരുമ്പോ ലിനു എന്ന് വിളിക്കും. ഓക്കെ, മെയിൻ ആയിട്ട് അതാണ്. ദേഷ്യം വരുമ്പോ സ്നേഹം വരുമ്പോ അച്ചു എന്ന് വിളിക്കും. അച്ചു കോമൺ അച്ചു എന്നാ വിളിക്കുക. അച്ചു തന്നെ പല എന്നാ വിളിച്ചത്. ലിനു എങ്ങനെയാണ് സ്നേഹം കൂടുതൽ വരുമ്പോഴത്തേനും? കൊഞ്ചലാണോ? അച്ചയുടെ ടോൺ മാറും. മറ്റേ ഇപ്പൊ സാധാരണ വിളിക്കുന്നത് അച്ഛേ എന്നാണെന്നുണ്ടെങ്കിൽ അച്ചായേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് വിളിച്ച് അങ്ങനല്ല, ഇപ്പൊ പോരാ, അങ്ങനെ ഒരു ടോൺ മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആളിത്തിരിയോടെ എന്നെക്കാൾ, ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ കൂടുതൽ കൊഞ്ചുന്ന ആള് പുള്ളിക്കാരത്ത് തന്നെയാണ്. ഇഷ്ടാണോ അങ്ങനെ? ചില ബോയ്സിന് അത് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചും കൂടെ മെച്ചൂരിറ്റി കാണിക്കുന്നതിൽ കൂടുതൽ ഇങ്ങനെ കൊഞ്ചുന്നതും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കാര്യമായിട്ട് കാണുന്നതൊക്കെ ഭയങ്കര. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. ദേഷ്യം ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഒരേ രീതി പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചിലപ്പോ ഒത്തിരി കൊഞ്ചല്ല, എന്റെ സൗണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന വേഗം ടോക്കിംഗ് തന്നെ കൊഞ്ചിലൂടെയാണ്. അതെ, ഇപ്പൊ ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്, അത് വേറെ കാര്യം. ഞാൻ അത് ചിന്തിച്ചോണ്ടിരുന്നത് ഈ ശബ്ദത്തിൽ എങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ കൊറേ നേരം ഒരു കുറവില്ല. ആണോ? ദേഷ്യപ്പെടും. ഈ ഞാൻ പിന്നെ വീട്ടിലെ ഇളയതായത് അതിന്റെ ഇതാണ് എല്ലാ കാര്യവും സാധിച്ച് അച്ഛൻ കൊണ്ട് നടന്നതിന്റെ ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ മടി എനിക്കാണ്. മടി എനിക്ക്, ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ഒരു വിഷയം ഇപ്പൊ വീഡിയോ ചെയ്യുക, അത് ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോ ചെയ്യും. ഓക്കെ, ഇപ്പൊ ജിമ്മ് ഇപ്പൊ ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ അത് ചെയ്യും. അങ്ങോട്ട് പോവാനൊരു സമയമില്ല, അതൊരു നീണ്ട സമയം, കുറച്ച് പ്രയാസമായിരിക്കും. ഒരു പ്രവൃത്തിയിലേക്ക് ഇപ്പൊ ഞാൻ അച്ഛൻ്റെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോ ഒന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, ഇനിയിപ്പോ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇനിയിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എന്റെ ബോഡി എന്താണോ വരുന്നത് അന്ന് വരെ കഷ്ടപ്പെടും. അത് ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ബിബി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബോഡി വെയിറ്റ് 10 കിലോ കുറഞ്ഞു, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടു, ഓക്കെ ഞാൻ ഒരു 82 കിലോ ആക്കും. 72 കിലോ ആയിരുന്നു വന്നപ്പോ 82 കിലോ ആക്കണം. 82 കിലോ ആക്കുന്നവരെ എനിക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് ഒരു ദിവസം ഒരു 3-4 മണിക്കൂറൊക്കെ ജിമ്മിൽ പോയിരിക്കും. ഫുഡ്, അതായത് ഇന്ന ഫുഡേ കഴിക്കോളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല. അതെല്ലാം പക്കേറ്റ് ചെയ്യും. 82 കിലോ ആയ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, അന്ന് നിർത്തി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് നിർത്തി. അപ്പൊ വീഡിയോ ഇപ്പൊ എടുക്കുന്നു. ഇപ്പൊ ഞാൻ കല്യാണത്തിന് മുമ്പ് തീരുമാനം എടുത്തു, നമ്മൾ എല്ലാ ദിവസവും ഇനിയും വീഡിയോ എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ കടമുണ്ട്, ആ കടം തീരുന്ന വരെ നമുക്ക് ഒരു ദിവസം പോലും വീഡിയോ മുടക്കരുത്. ഒരു ഡയറി ഒക്കെ വാങ്ങിക്കണം, എന്നിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. കടബാധ്യത ഇത്ര ദിവസങ്ങളിൽ തീർക്കണം. മേ ബി എനിക്കൊന്നും ആ കടബാധ്യത തീരുമല്ലോ, അന്ന് ഞാൻ ചിലപ്പോൾ വീഡിയോ ഒക്കെ തിരിഞ്ഞു കിടക്കും. അത് ഭയങ്കര കാര്യം, എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ നടത്തില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ പിണക്കം എനിക്കാണ്. ചെറിയ കാര്യം മതിയല്ലോ അല്ലെ? ചെറിയ കാര്യം മതിയല്ലേ പിണങ്ങാനായി? ഞാൻ പെട്ടെന്ന് ഫേസും മാറും. ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ഉണക്കം ഉണ്ടാവും. അതുണ്ടാവും. കാരണം ഇന്റർവ്യൂവിനകത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. കാരണം ഇവിടെ വ്ളോഗിനകത്താണെങ്കിലും, കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള്. എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. അപ്പൊ എന്തിനാണ് പറഞ്ഞേ? ഇന്നത്തെ കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്നത് അത് നല്ല കാര്യമാട്ടോ. അങ്ങനെ അല്ല, അങ്ങനെയൊക്കെ പലരും പറയാത്തതാണ്. നിങ്ങൾക്ക് ആ ഇടയിൽ അതൊന്നും ഇല്ല കേട്ടോ. എല്ലാം പറയണല്ലോ നല്ലത്. അതെ അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം പറഞ്ഞു തീർക്കും. അത് നല്ല കാര്യമാണ്. എനിക്ക് നീ ദേഷ്യം വന്നാലും തീർത്തില്ലെങ്കിൽ
മനസ്സിൽ കിടന്നൊരു ഞാൻ കല്യാണത്തിന് തീർന്നു മുന്നേ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടുകാർക്കിടയിൽ ലിനുവിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എല്ലാരെയും കൂട്ടി നിർത്തിക്കൊണ്ട് അപ്പൊ തന്നെ ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും വലിയ. അപ്പൊ നമ്മൾ നാളത്തേക്ക് ഇപ്പൊ എന്റെ അമ്മ, എന്റെ സഹോദരി, എന്റെ അച്ഛൻ, ലിനു. ഇപ്പൊ ലിനുവിന്റെ വീട്ടിലാണ് പപ്പ, മമ്മി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അന്ന് തന്നെ ഇത് സംസാരിച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അങ്ങ് തീരും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ക്ലാരിറ്റി പോലും നഷ്ടപ്പെടും. അന്ന് അങ്ങനെ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇതൊക്കെ അങ്ങ് മാറി മാറി പോകും. എനിക്ക് തോന്നിയതാണോ? അന്ന് തന്നെ ഞാൻ അതങ്ങ് എന്തുണ്ടെങ്കിലും സംസാരിച്ച് അങ്ങ് തീർത്തേക്കാം. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല. എറിഞ്ഞു പൊട്ടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ സിജോ ചേട്ടനല്ലേ. അപ്പൊ എറിഞ്ഞു പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് കൈ നമുക്ക് ഇനി കെട്ടി അല്ല, എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് ഇനി ഇവള് അധ്വാനിച്ച് ഭയങ്കര സാധനം കൈ കൊടുക്കും, പൊട്ടിച്ചോളൂ. നമുക്ക് ചെറിയ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് ഒക്കെ കൊടുക്കാം. ഞങ്ങള് പാത്രമൊക്കെ മാറ്റി അല്ല, അങ്ങനെ പറയരുത്, അതൊന്നും പറയരുത്. ഈ സീ ഗ്ലാസ് ചിലപ്പോ എറിഞ്ഞ് പൊട്ടിക്കുന്നത് ചിലപ്പോ എന്റെ ഫോൺ ഇരിപ്പുണ്ട്, ഈ ഫോണിലേക്കാണ് എറിയുന്നെങ്കിൽ എന്റെ ഫോൺ പൊട്ടി അതുകൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഇന്നലെ പോയി പാത്രമൊക്കെ വാങ്ങിച്ചു, പ്ലാസ്റ്റിക്കിന്റെ പത്രം വാങ്ങിച്ചു. പ്ലാസ്റ്റിക്. അപ്പൊ എറിയുന്ന സാധനത്തിനൊന്നും പറ്റില്ല, എറിഞ്ഞാലും ഒച്ച കേൾക്കില്ല അല്ലേ? അത് നല്ല തീരുമാനമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പണം സേവ് ചെയ്യുന്നത് ഞാനാണ്. ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ലിനുവിന്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളും. ഓക്കെ, നന്നായി കുക്ക് ചെയ്യുന്നത് ഞാനാണ്. അതെ, ചായ മാത്രമാണ് ഇപ്പൊ നിലവിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ ലിനു പെട്ടെന്ന് തന്നെ വരുന്നത്. എനിക്ക് നിർബന്ധങ്ങളൊന്നും ഇല്ല, എനിക്ക് കുക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ബിഗ് ബോസ് കൊണ്ടുള്ള എനിക്കൊരു പ്രയോജനം അതാണ്. കുക്ക് ചെയ്യണ്ടേ ഇവിടെ? ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ് വരെ വെച്ചത് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ കോൺഫിഡന്റ് ആണ്, അച്ഛൻ ചെയ്തോളൂ. ഞാൻ വിരുന്നിന് ലിനുവിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ കുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു. പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടീസിൽ ഒന്നാണ് കുക്ക് ചെയ്യാൻ. ഏറ്റവും കൂടുതൽ ദേഷ്യം എനിക്കാണ്. ചെറുതായിട്ട് കൊച്ചിന് അവിടെ ഇവിടെ ഒക്കെ അങ്ങ് ദേഷ്യപ്പെട്ടതൊക്കെ വരുന്നത്. ഓക്കെ, വിഷമം വന്നാൽ ആദ്യം കരയുന്നത് ഞാനാണ്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം. ഇവിടെ കുറച്ച് പിടിച്ചെല്ലാം നിന്ന് എല്ലാം കരഞ്ഞു കഴിയുമ്പത്തിന് പെട്ടെന്ന് മനസ്സലിയുമായിരിക്കും അല്ലേ? കരഞ്ഞു കഴിയുമ്പോഴോ? ഇല്ല ഇല്ല, പിന്നെ രാത്രി കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കേൾക്കാം, അത് ഈ ചില സമയത്ത് ഒരു ഐഡിയ ഉണ്ടല്ലോ, കരയുക വേണം, സൈലന്റ് കരയാം. കരയുവാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പിന്നെ 3 വലിച്ചാൽ മതി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ റീലിന്റെ വോളിയം കൂട്ടി. ഓക്കെ, അപ്പൊ എല്ലാ ട്രിക്കുകളും ഇവിടെ പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഇറക്കാൻ പറ്റത്തില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സെഗ്മെന്റിൽ കള്ളം പറഞ്ഞത് ഞാനാണ്. ഈ സെഗ്മെന്റ് വേണം. ഈ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതെനിക്കും തോന്നുന്നു വെട്ടി തരുന്നതന്നെ. ഇപ്പൊ സെഗ്മെന്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ഒരു ടാസ്ക് ഇതാണ്. നിങ്ങൾ ഓൾറെഡി 6 ഇയേഴ്സ് പ്രണയിച്ച് കെട്ടിയതാണ്. അപ്പൊ ഒരു എന്താ റിവേഴ്സ് ഗെയിം തരുകയാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് നിങ്ങൾ ചങ്ങനാശ്ശേരി ഏതോ ഒരു ശരവണാസിലാണല്ലോ മീറ്റ് ചെയ്തത്. അപ്പൊ ആ മീറ്റ് ചെയ്തതിനു ശേഷം സിജോ ചേട്ടൻ ലിനു ആയിട്ടും ലിനു സിജോ ചേട്ടനായിട്ടും ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കണം. ജസ്റ്റ് അവിടെ നടന്ന ഏതെങ്കിലും ഇൻസിഡന്റ് നിങ്ങളുടെ ഒരു ആക്ഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജും വെച്ച് ഒന്ന് ആ ഒരു ഫസ്റ്റ് ഡേറ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. അന്ന് വന്നിട്ട് ഓടി പോവായിരുന്നു. അച്ഛൻ ബാക്കി ചെയ്തോ? ഇല്ല, അത് ആക്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണാം. ഇറങ്ങി പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായല്ലോ, അതായത് ഫസ്റ്റ് ടൈം കാണുകയല്ലേ. ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ ലിനുവിന്റെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിട്ട് പോവാണ്. സംസാരിച്ച് വന്നപ്പോഴേക്കും ലിനുവിന് ഇഷ്ടമാണ്, എനിക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നേരിട്ട് കാണുമ്പോൾ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടുമല്ലോ. അപ്പൊ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇഷ്ടമാണെന്ന് ഉറപ്പായി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെ പ്രകടിപ്പിക്കൂ ഇത്. അപ്പൊ എനിക്ക് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ശരിയാണോ? അപ്പൊ ഞാൻ രണ്ടെങ്കിലും ഉമ്മ വെച്ചിട്ടും കൂടിക്കളയാ. അതെങ്ങനെ ഉമ്മ ലിനു ആണ് അപ്പൊ സിജോ ചേട്ടനായിട്ട് ആക്ട് ചെയ്യേണ്ടത്? ഉമ്മ നോക്കുന്ന ഓടി പോകുന്നു, ഉമ്മ വെച്ചിട്ട് ശരമാസം ഇറങ്ങി ഓടുക, വണ്ടി സൈഡിൽ നേരം വിട്ടാലപ്പോഴേക്ക് വിട്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരെ പരസ്പരം നിങ്ങൾ ഉമ്മ എടുത്തോളാം. എന്നാ എന്റെ ഉമ്മ ഓടിക്കളഞ്ഞു. ഇന്റർവ്യൂ എന്നിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ലിനു ഓടിപ്പോയി. തമ്പനയില് വെക്കാൻ വേണ്ടി തമ്പനയിലും വേണല്ലോ.
ഞങ്ങൾ ഇത് സെഗ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ ആക്ഷനോ ഞാൻ ഓർത്ത് കുറച്ചു നേരം സംസാരിച്ച് നിങ്ങൾ അങ്ങനെ അങ്ങനെ പ്രത്യേക ബോഡി ലാംഗ്വേജ് ഒന്നും ഇപ്പൊ ഓർമ്മയില്ല. കുറച്ചൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഞാൻ ഉണ്ടായിരുന്നു. മോനെ വിളിക്കുക സംസാരിക്കുമ്പോ കൂടുതലായിട്ട്. അതേ ഉള്ളൂ. ഇങ്ങനെ ബെഞ്ചിൽ കൂടെ ഇങ്ങനെ കൈയൊക്കെ പിടിക്കാനായിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇവര് റൊമാൻറ്റിക് അല്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് ഇപ്പൊ സംസാരിച്ചിരിക്കുകയല്ലേ, അപ്പൊ ഞാൻ പെട്ടെന്ന് കല്യാണ വീഡിയോക്കകത്ത് കുറച്ചുകൂടി ഒന്ന് ചിരിച്ച് ഞങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് ഇല്ല ഏട്ടത്തൊക്കെ പറ്റത്തില്ല. അതൊരു വീഡിയോ ഉണ്ട്, മറ്റെന്താ ലിനു ചേച്ചിയായിട്ട് കെട്ടി കഴിഞ്ഞിട്ട് പോസ് ചെയ്യുന്നില്ലേ സൈഡിലേക്ക് നോക്കാനോ, നിങ്ങൾ എന്തോ ഓ ഇത് ഇവിടെ ഇങ്ങനെ പോസ് ചെയ്യണം, അത് ശരിയാ. അപ്പൊ ഞാൻ ഓർത്ത് ഭയങ്കര ചമ്മലായി. ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ഉമ്മ വെക്കുന്നതിന് സായി പറഞ്ഞിട്ടാ അതെ ഉമ്മക്കടോ അപ്പൊ അന്ന് ആ ഡേറ്റിന്റെ സമയത്ത് ഉമ്മ വെച്ചാൽ ഇപ്പൊ അങ്ങ് ഉമ്മ വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഉമ്മക്ക് ഓടിക്കളയാ. ആ ഓടിക്കോ, കുഴപ്പമില്ല. അപ്പം ഞാനായിട്ട് ലിനു അല്ലേ, ആ. വേറെ വെറുതെ ഇരുന്നാ മതിയല്ലോ. ലിനു ഉമ്മക്ക് ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞ ഉമ്മക്ക് അന്ന് കവള ഉമ്മ വെച്ചേ കവളിൽ തന്നെ ഉമ്മ എടുത്തോളൂ സിജോ ചേട്ടനായിട്ട്. വന്നോളൂ. ആ. ഉമ്മ നമുക്ക് വീട്ടിൽ പോണം, ഉമ്മ വെച്ചേ വീട്ടിൽ എടുത്തുള്ളൂ. ഓടൊന്നും വേണ്ട, ഒരു ഉമ്മ അങ്ങ് കൊടുത്തോ. ഹിന്ദി കിട്ടിയാലോ? ഇനി തിരിച്ചും കൊടുത്തു, ഇനിയിപ്പൊ ആ ടാസ്ക് വേണ്ട. ഓക്കേ. അയ്യോ പാവട്ടോ.